ഹലോ എവരിവൺ, യശ്രീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിക്സിലെ മൈനർ ആൻഡ് കോഫാക്ടർ എന്ന ടോപ്പിക്കാണ്. പൊതുവെ മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയയാണ് മെട്രിക്സിലെ മൈനറും കോഫാക്ടറും കണ്ടെത്തുന്നത്. നമ്മൾ എത്ര ഡീപ്പായിട്ട് പഠിച്ചു വെച്ചിരുന്നാലും നമുക്ക് എക്സാമിന് പോകുമ്പോൾ ആ ഒരു സമയത്തെ ടെൻഷൻ കൊണ്ട് മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ മൈനറും കോഫാക്ടറും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം മെട്രിക്സിൽ ഇനി മുന്നോട്ട് വരുന്ന ചില ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ മൈനറും കോഫാക്ടറും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. മെട്രിക്സിലെ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മൈനറും കോഫാക്ടറും. അപ്പോൾ മൈനറിനെയും കോഫാക്ടറിനെയും കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിൽ വേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരു മെട്രിക്സ് തന്നിട്ട് അതിലെ എലമെന്റ്സിന്റെ മൈനറും കോഫാക്ടറും കാണാൻ പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക, ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിന്റെയും മൈനറും കോഫാക്ടറും നമുക്ക് ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിന്റെയും അല്ലെങ്കിൽ ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനും ഒരു മൈനർ ഉണ്ടായിരിക്കും, ഒരു കോഫാക്ടർ ഉണ്ടായിരിക്കും. എന്താണ്? ഒരു മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിന്റെയും മൈനറും കോഫാക്ടറും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇനി ആദ്യം നമുക്ക് മൈനർ നോക്കാം. മൈനർ പഠിച്ചാൽ മാത്രമേ നമുക്ക് കോഫാക്ടർ പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്താ കാരണം? മൈനർ ഉണ്ടെങ്കിലേ നമുക്ക് കോഫാക്ടർ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. മൈനർ യൂസ് ചെയ്താണ് നമ്മൾ കോഫാക്ടർ കണ്ടെത്തുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് മൈനറിനെ കുറിച്ച് പഠിക്കാം. മൈനറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 2x2 ഓർഡർ മെട്രിക്സിന് മൈനർ കണ്ടുപിടിക്കുന്ന രീതിയിലല്ല ഒരു 3x3 ഓർഡറിലുള്ള മെട്രിക്സിൽ മൈനറും കോഫാക്ടറും കണ്ടെത്തുന്നത്. കോഫാക്ടർ കണ്ടെത്തുന്നത് ഈ 2 ഓർഡർ മെട്രിക്സിലും ഒരേ രീതിയിലാണ്, അതിനൊരു ഇക്വേഷനും ഉണ്ട്. പക്ഷേ മൈനർ കണ്ടെത്തുന്ന രീതി വ്യത്യസ്തമാണ്. അതായത് ഒരു 2x2 ഓർഡർ മെട്രിക്സില് ഓരോ എലമെന്റിന്റെയും മൈനർ നമ്മൾ കണ്ടെത്തുന്ന രീതിയിലല്ല ഒരു 3x3 ഓർഡർ മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും മൈനർ കണ്ടെത്തുന്നത്. ആദ്യം നമുക്ക് ഒരു 2x2 ഓർഡർ മെട്രിക്സിലെ ഒരു എലമെന്റിന്റെ മൈനർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പൊ ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾ കണ്ടോ? A ഈസ് ഈക്വൽ ടു A1 B1 A2 B2. ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ മൈനർ ഓഫ് A1 B1 A2 ആൻഡ് B2. ഇനി തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ അതുപോലെ എടുത്തെഴുതുന്നു. A1 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? A1 എന്ന് പറയുന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണെന്ന് നോക്കുക. ഇവിടെ A1ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? B2 ആണ്. ഞാൻ ആ ഒരു ഭാഗം അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ആരോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? A1 എന്ന് പറയുന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? B2 ആണ്. അപ്പൊ A1ന്റെ മൈനർ ഏതാണ്? B2 ആണ്. ഇനി B1 എന്ന എലമെന്റ് എടുക്കാം. B1 എന്ന എലമെന്റിന്റെ മൈനർ നമുക്ക് എങ്ങനെ കണ്ടെത്താം? സെയിം ഇതേ രീതി തന്നെയാണ്. B1ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ്, B1ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? A2 ആണ്. അപ്പൊ B1ന്റെ മൈനർ ഏതാണ്? A2 ആണ്. ഇനി മൈനർ ഓഫ് A2 എന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? B1 ആണ് അല്ലെ? A2 എന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ഏതാണ്? B1 ആണ്. അപ്പൊ A2ന്റെ മൈനർ ഏതാ? B1. ഇനി മൈനർ ഓഫ് B2. മൈനർ ഓഫ് B2ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ്, B2ന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് A1 ആണ്. അപ്പോൾ മൈനർ ഓഫ് B2 ഈസ് ഈക്വൽ ടു A1. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു 2x2 ഓർഡർ മെട്രിക്സിൽ ഓരോ എലമെന്റിന്റെയും മൈനർ കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. നമുക്ക് അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് കണ്ടെത്തുന്നത് അത്ര ടാസ്ക് ഉള്ള കാര്യമൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതല്ലാതെ വേറെ എക്സാമ്പിൾ ഒന്നും നിങ്ങൾക്ക് പറയുന്നില്ല. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു 2x2 ഓർഡർ മെട്രിക്സിലെ ഓരോ എലമെന്റിന്റെയും മൈനർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3x3 ഓർഡർ മെട്രിക്സിലെ മൈനർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു 2x2 ഓർഡർ മെട്രിക്സിലെ എലമെന്റ്സിന്റെ മൈനർ കണ്ടെത്തുന്ന രീതിയിലല്ല നമ്മൾ 3x3 ഓർഡർ മെട്രിക്സിലെ എലമെന്റ്സിന്റെ മൈനർ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് 3x3 ഓർഡർ മെട്രിക്സിൽ എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഒരു 3x3 ഓർഡർ മെട്രിക്സ് നമുക്ക് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റിന്റെ മൈനർ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു എലമെന്റ് വന്നിരിക്കുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാലൻസ് ഒരു 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഡിറ്റർമിനൻസ് കാണാൻ പഠിച്ചില്ലേ, അതുപോലത്തെ ഒരു പ്രൊസീജിയർ ആണ്. ആ ഒരു പർട്ടിക്കുലർ എലമെന്റ് വന്നിരിക്കുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്യുക. അപ്പോൾ നമുക്ക് 4 എലമെന്റ്സ് അവിടെ ബാലൻസ് ഉണ്ടാവും. ഈ 4 എലമെന്റ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു 2x2 ഓർഡർ മെട്രിക്സ് ഫോം ചെയ്യുന്നു. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ 2x2 ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്തുക. ആ വാല്യൂ ആയിരിക്കും നമ്മളോട് ഏത് എലമെന്റിന്റെ മൈനർ ആണോ കാണാൻ പറഞ്ഞത് ആ പർട്ടിക്കുലർ എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഫോം ചെയ്ത 2x2 ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആയിരിക്കും. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് ഒരു 3x3 ഓർഡർ മെട്രിക്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് തന്നിട്ട് അതിന്റെ മൈനർ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എലമെന്റ് വന്നിരിക്കുന്ന റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ബാലൻസ് നമുക്ക് 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും. ഈ 4 എലമെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു 2x2 ഓർഡർ മെട്രിക്സ് ഫോം ചെയ്യുന്നു. ഇനി ഈ 2x2 ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എത്രയാണോ അതാണ് ആ ഒരു എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത്. അപ്പൊ 2x2 ഓർഡർ മെട്രിക്സിലും 3x3 ഓർഡർ മെട്രിക്സിലും മൈനറിന്റെ വാല്യൂ കണ്ടെത്തുന്ന ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 2x2 ഓർഡർ മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ആ എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ശരിക്കും ഒരു 2x2 ഓർഡർ മെട്രിക്സ് ആണെങ്കിലും 3x3 ഓർഡർ മെട്രിക്സ് ആണെങ്കിലും നമ്മൾ ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഒരു 2x2 ഓർഡർ മെട്രിക്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിലൊരു എലമെന്റിന്റെ ആണ് മൈനർ കാണാൻ പറഞ്ഞിരിക്കുന്നെങ്കിൽ ജസ്റ്റ് നമ്മൾ അത് വന്നിരിക്കുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ഒറ്റ എലമെന്റ് ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ. ആ എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എലമെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള എലമെന്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ഒരു രീതിയിൽ അതേ കാര്യം തന്നെയാണ് ഇവിടെ 3x3 നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 4 എലമെന്റ്സ് ബാലൻസ് തരും. അതുകൊണ്ട് ആ 4 എലമെന്റ്സ് വെച്ചുകൊണ്ട് നമ്മളൊരു 2x2 ഓർഡർ മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്തുന്നു. അപ്പൊ ആ ഒരു വാല്യൂ ആയിരിക്കും മൈനർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഒരു മെട്രിക്സിന്റെ മൈനർ കണ്ടെത്തുന്ന രീതി. ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു 3x3 ഓർഡർ മെട്രിക്സ് എടുത്തിട്ട് അതിലെ മൈനർ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് മനസ്സിലാവും. അപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് A is equal to 3, 4, 7, -2, 5, 6, 7, 3, -9. ഈ ഒരു മെട്രിക്സിൽ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മൈനർ ഓഫ് 6. ഈ മൈനർ ഓഫ് 6, അപ്പൊ 6 എന്ന് പറയുന്ന എലമെന്റിന്റെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്? രണ്ടാമത്തെ റോയില് 3ാമത്തെ കോളത്തിലാണ് അല്ലേ. രണ്ടാമത്തെ റോയില് 3ാമത്തെ കോളത്തിലാണ് ഈ ഒരു എലമെന്റ് ഉള്ളത്. എലമെന്റ് ഏതാണ്? 6. ഇനി ഇതിന്റെ മൈനർ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, 6 വന്നിരിക്കുന്ന റോയും 6 വന്നിരിക്കുന്ന കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി ഏതൊക്കെ എലമെന്റ്സാ ഉള്ളത്? 3, 4, 7, 3. അപ്പൊ കണ്ടോ, നമ്മളൊരു 2x2 ഓർഡർ മെട്രിക്സ് ഫോം ചെയ്തില്ലേ. 6 എന്ന് പറയുന്ന എലമെന്റ് വന്നിരിക്കുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തപ്പോ നമുക്ക് ബാലൻസ് 4 എലമെന്റ്സ് വന്നു. അത് ഏതൊക്കെയാണ്? 3, 4, 7, 3. ഇനി ആ 4 എലമെന്റ്സും വെച്ച് നമ്മളൊരു 2x2 ഓർഡർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി ഈ തന്നിരിക്കുന്ന 2x2 ഓർഡർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് തമ്മിലുള്ള ഡിഫറൻസ് കാണുക അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിഫറൻസ് കാണുക. അപ്പൊ 3 × 3 -7 × 4. 3 × 3 is equal to 9 -7 × 4 28 is equal to 9 - 28 equal to -19. അപ്പൊ 6 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ എത്രയാണ്? -19. ഇനി മൈനർ ഓഫ് 3. ഇപ്പൊ 3 നമുക്ക് എടുത്തു നോക്കാം.
ഈ 3 എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് താഴെയുള്ള 3 ആണ് കേട്ടോ. അതായത് മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിൽ വന്നിരിക്കുന്ന 3 ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെട്രിക്സിൽ 2 3 കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന 3 ഏതാണ്? മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിലുള്ള 3 ആണ്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെ മൈനർ കാണാൻ പോകുന്നത്? 3 വന്നിരിക്കുന്ന റോയും 3 വന്നിരിക്കുന്ന കോളവും നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പൊ ബാലൻസ് നമുക്കൊരു 4 എലമെന്റ്സ് കിട്ടും. അത് ഏതൊക്കെയാ നമുക്ക് കിട്ടിയ എലമെന്റ്സ്? 3, 7, -2, 6. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടെത്തുക. എങ്ങനെയാണ്? തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിഫറൻസ് കാണുക. അപ്പൊ 3 × 6 -2 × 7 ഈസ് ഈക്വൽ ടു 18 - -14. അപ്പോൾ ഈ 2 മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആവും. സോ 18 + 14 ഈസ് ഈക്വൽ ടു 32. അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3x3 ഓർഡർ മെട്രിക്സിലെ ഒരു എലമെന്റിന്റെ മൈനർ കാണാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഓർത്ത് വയ്ക്കുക, നമുക്ക് കോഫാക്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മൈനർ ആവശ്യമാണ്. മൈനറിനെ പോലെ തന്നെ കോഫാക്ടർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ എലമെന്റിനെയും കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മൈനർ ഓഫ് 3, ഈ 3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിലുള്ള എലമെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ A32 എന്ന് നമുക്ക് 3നെ ഡിനോട്ട് ചെയ്യാം. A32. 3 എന്ന് വെച്ചാല് അത് ഏത് റോയിലാണോ ഉള്ളത് അത് ഡിനോട്ട് ചെയ്യുന്നു. 2 എന്ന് വെച്ചാൽ അത് ഏത് കോളത്തിലാണോ ഉള്ളത് അത് ഡിനോട്ട് ചെയ്യുന്നു. നിങ്ങൾ എന്നെ നോക്കിക്കേ, മൈനർ ഓഫ് 6 നമ്മൾ കണ്ടുപിടിച്ചു. ഈ ഒരു തന്നിരിക്കുന്ന മെട്രിക്സിൽ 6ന്റെ ലൊക്കേഷൻ എവിടെയാണ്? രണ്ടാമത്തെ റോയില് മൂന്നാമത്തെ കോളത്തിലാണ് അല്ലെ. അപ്പോൾ A23 എന്ന് വേണമെങ്കിൽ നമുക്ക് 6നെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, നമുക്ക് കോഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓരോ എലമെന്റിന്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ മെട്രിക്സിന്റെ ഫസ്റ്റ് ഇട്ടിരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൗട്ട് ഉള്ളവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ മൈനറും കോഫാക്ടറും അതിൽ ഒരു 2x2 ഓർഡർ മെട്രിക്സിന്റെയും 3x3 ഓർഡർ മെട്രിക്സിന്റെയും മൈനർ കാണുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കോഫാക്ടർ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കോഫാക്ടർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. കോഫാക്ടർ ഈസ് ഈക്വൽ ടു മൈനർ ഇൻറ്റു -1 റൈസ് ടു i + j. അപ്പൊ കോഫാക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? കോഫാക്ടർ ഈസ് ഈക്വൽ ടു മൈനർ ഇൻറ്റു -1 റൈസ് ടു i + j. ഇതിൽ i എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? റോ ഇൻ വിച്ച് എലമെന്റ് ബിലോങ്സ്. അതായത് എലമെന്റ് ഏത് റോയിലാണോ ഉള്ളത് ആ റോയുടെ നമ്പർ ആണ് i ഡിനോട്ട് ചെയ്യുന്നത്. ഇനി j ആണെങ്കിലോ കോളം ഇൻ വിച്ച് എലമെന്റ് ബിലോങ്സ്. അതായത് ആ എലമെന്റ് ഏത് കോളത്തിലാണോ ഉള്ളത് അതാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എലമെന്റ് ലൊക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. ഇപ്പൊ A23 എന്ന് പറയുന്ന എലമെന്റ്, A23 എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിൽ ഇവിടെ i എത്രയായിരിക്കും? ഏത് റോയിലാണോ വരുന്നത് അത്. അപ്പൊ i എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി 3 എന്ന് പറയുന്നത് എലമെന്റ് ഏത് കോളത്തിലാണുള്ളത്. അപ്പോൾ j എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മൈനർ ഇൻറ്റു -1 റൈസ് ടു i + j. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുക. അപ്പം നമ്മൾ മൈനർ എന്താണെന്ന് പഠിച്ചു, കോഫാക്ടർ എങ്ങനെ കണ്ടെത്താമെന്നും പഠിച്ചു. ഇനി കോഫാക്ടറും മൈനറും കാണാനുള്ള ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതിൽ എലമെന്റ്സിന്റെ മൈനറും കോഫാക്ടറും എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ അത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ 3x3 ഓർഡർ ഒരു മെട്രിക്സ് ചെയ്തല്ലോ മൈനർ കണ്ടെത്താനുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, A is equal to 3, 4, 7, -2, 5, 6, 7, 3, 9. ഈ ഒരു മെട്രിക്സിൽ നമ്മൾ നേരത്തെ മൈനർ ഓഫ് 6 ആണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പൊ മൈനർ ഓഫ് 6 നമുക്ക് ആൻസർ എത്രയാ കിട്ടിയത്?
6 വരുന്ന റോയും 6 വരുന്ന കോളവും നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്കൊരു 4 എലമെന്റ്സ് ബാലൻസ് വന്നു. ആ 4 എലമെന്റ്സ് വെച്ചുകൊണ്ട് നമ്മളൊരു 2x2 ഓർഡർ മെട്രിക്സ് ഫോം ചെയ്തു. ആ മെട്രിക്സ് എങ്ങനെയാണ്? 3 4 7 3. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ കണ്ടെത്തി. ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് അപ്പോൾ എത്രയെന്ന് കിട്ടി? -19 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കോഫാക്ടർ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ 6ന്റെ കോഫാക്ടർ എന്ന് പറയുന്നത്, കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എങ്ങനെയാണ്? മൈനർ ഇൻറ്റു -1/i+j. അപ്പോൾ ഇവിടെ മൈനറിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടിയത്? -19 ആണ് കിട്ടിയത് അല്ലെ. അപ്പോൾ -19 ഇൻറ്റു -1/6 എന്ന് പറയുന്ന എലമെന്റിന്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ 6 സെക്കൻഡ് റോയില് 3rd കോളത്തിലാണ് വന്നിരിക്കുന്നത് അല്ലെ. സെക്കൻഡ് റോയിൽ 3rd കോളം. അപ്പോൾ A2 3. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? -19 ഇൻറ്റു -1/2 + 3. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? -19 ഇൻറ്റു -1/5. അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് എങ്ങനെയാ കിട്ടുക? -19 ഇൻറ്റു -1/5 എത്രയാണ്? -1 ആണ്. അപ്പോൾ -19 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു 19. അപ്പം 6ന്റെ കോഫാക്ടർ കിട്ടിയേ. ഇനി നമുക്ക് വേറൊരു എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടെത്തി നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത നമ്മൾ 3 കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. 3 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ കണ്ടുപിടിച്ചായിരുന്നു. നമുക്ക് അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടിയത്? 32 ആണ് കിട്ടിയത്. ഇനി അതിന്റെ കോഫാക്ടർ കണ്ടെത്തി നോക്കാം. അപ്പോൾ കോഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനർ ഇൻറ്റു -1/i+j. അപ്പോൾ ഇവിടെ മൈനർ എന്ന് പറയുന്നത് 32 ആണ്. 32 ഇൻറ്റു -1/3യുടെ ലൊക്കേഷൻ ഏതാണ്? മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ആണ് അല്ലെ. മൂന്നാമത്തെ റോയില് രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ആണ്. അപ്പോൾ 32 ഇൻറ്റു -1/3 + 2 ഈസ് ഈക്വൽ ടു 32 ഇൻറ്റു -1/5 ഈക്വൽ ടു 32 ഇൻറ്റു -1 ഈസ് ഈക്വൽ ടു -32. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു എലമെന്റിന്റെ മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുന്നത്. ഇത് എക്സാമിന് ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. മിക്കവരും ആ എക്സാമിന്റെ ആ ഒരു ടെൻഷനിൽ ഇത് കൊണ്ടുവന്ന് തിരിച്ചൊക്കെ ചെയ്തു വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് തെറ്റിപ്പോവും. അത്രയും അറ്റ്മോസ്റ്റ് അറ്റൻഷൻ കൊടുത്ത് തന്നെ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഇൻവേഴ്സ് കാണാനായാലും അതുപോലെ ക്രാമേഴ്സ് റൂൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ട് തന്നെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.